കാഴ്ചയിലേക്ക് അമരുകയാണ് തൃശൂർ. രാവിലെ മുതൽ തന്നെ വലിയ തോതിലാണ് ജനങ്ങൾ തൃശൂരിലെ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. എൽദോപോളും ഒപ്പം MG മിഥുനും തൃശൂരിലുണ്ട്. മിഥുൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സാന്നിധ്യം ഇത് പൂരപ്രേമികളെ എത്രത്തോളം ആവേശത്തിലാക്കുന്നുണ്ട്? പാർവതി, തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മളിത് ഈ കാണുന്ന ജനങ്ങളെല്ലാം തന്നെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി കടന്നു വരുന്നത് കാണാൻ വേണ്ടി ഈ റോഡ് സൈഡിന്റെ ഇരുവശവും കാത്തു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നെയ്തലക്കാവിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ പിന്നിടുന്നു. ഈ വഴി അരികിലെല്ലാം തന്നെ വലിയ ആരവവും വലിയ ഒരു ആരാധകരുടെ ഒരു ബിന്ദുവും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒപ്പം തന്നെ വലിയ പോലീസ് വിന്യാസം, അതായത് വലിയ ക്രൗഡിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആനയുടെ അടുത്തേക്ക് എത്തുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സജ്ജീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ വഴിയിലൂടെയാണ് നെയ്തലക്കാവിന്റെ തിടമ്പേറ്റി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ കടന്നു വരുന്നത്. ഇത് 2ാം തവണയാണ് ഈ തിടമ്പേറ്റിക്കൊണ്ട് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ കടന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ. ഒപ്പം തന്നെ വലിയ ആരാധക ബന്ധമുള്ള ഒരു ആന കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശം തന്നെയുണ്ട്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. എങ്ങനെയുണ്ടോ ഇലക്ഷനൊപ്പം തന്നെ ഈ ഒരു പൂരത്തിന്റെ വൈബ്? അടിപൊളി, സൂപ്പർ. നമുക്ക് പൊളിക്കേണ്ട തവണത്തെ പൂരം പൊളിച്ചോണ്ടിരിക്കല്ലേ, തകർക്കും ഞങ്ങള്, കണ്ടില്ലേ, തകർക്കും. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ വന്നതിന്റെ കാര്യം ഞങ്ങളുടെ എന്താ പറയാ അഭിമാനാണ് തെച്ചോട്ട് രാമേന്ദ്രൻ. എങ്ങനെയാണ്, അതായത് മുൻകാലങ്ങളിലൊക്കെ ഇപ്പൊ തുടർച്ചയായ 2ാം തവണയാണ് തിടമ്പേറ്റി വരുന്നത്. അതിനൊക്കെ എങ്ങനെ കാണുന്നത്? തിടമ്പേറ്റി വരുമ്പോ ഞങ്ങൾ ആദ്യം ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്ര പറയുമ്പോ 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കണേ പൂരത്തിന് പറമ്പിലേക്ക് എത്താനായിട്ട്. അത്രയും തിരക്കാണ്. ആനയെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കാണ് ആളുകളെല്ലാം. അതെ 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 അതെ, ആനയെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ, എങ്ങനെയുണ്ട്? ചൂടൊന്നും ഒരു പ്രശ്നമല്ല. അല്ല, ഇത് പൂരച്ചൂടണത് അല്ലാണ്ട് ഇത് ചൂടല്ല. അപ്പൊ ഈ ചൂട് ഇങ്ങനെ തുറന്നോണ്ടിരിക്കും. ഇതിനി നാളെ ഒരു 2 മണി വരെ ചൂട് ഇങ്ങനെ തന്നെയാണ് ചൂട്. നാളെ 2 മണി വരെ തൃശ്ശൂർക്കാർക്കെല്ലാം തന്നെ എങ്ങനെയുണ്ട്? അടിപൊളി. കഴിഞ്ഞ തവണ അത് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താണ്? ഓരോ വർഷം വർഷത്തിന്റെ പ്രത്യേകതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജനസാന്നിധ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആഘോഷങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തിൽ കൂടുതൽ എല്ലാ ആഘോഷങ്ങളും കൂടുതലാണ് ഇപ്രാവശ്യം. നമ്മുടെ ആനയുടെ കാര്യം പറയാനെന്താ, ആന ഇവിടെ ചങ്കല്ലേ. ആളുകളൊക്കെ ഇങ്ങനെ ഇവിടെ ആൾ നോക്കണ്ട. ഇനി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം റോഡിൽ കയറി കഴിഞ്ഞാൽ നിറച്ച ആളുകളായിരിക്കും. നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആനനെ കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾ 15 മണിക്ക് അവിടെ കയറണം. മറ്റൊരു ആനയ്ക്കും കിട്ടാത്ത വലിയ ആരാധകരുണ്ട്. ആന അതുമാത്രമേ ആനയുള്ളത്. കാരണം വലിയ ആടുന്നുണ്ടല്ലേ? അതെ അതെ അതെ. ഇവിടെ നല്ല പാട്, കുറച്ചുകൂടി നീങ്ങലാണ് ഈ പാട് വരിക. എന്തായാലും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പ്രതികരണങ്ങൾ കേൾക്കുന്ന പോലെ തന്നെയാണ് വലിയ ആരാധകരുണ്ട്. ഒപ്പം തന്നെ വടം കെട്ടി 4 സൈഡിലും ഇങ്ങനെ RRT സംഘമുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക സ്ക്വാഡുകളുണ്ട്. കൂടാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഈ ആനയ്ക്ക് ചുറ്റും ആനയുടെ ഒരു സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് ഒപ്പം തന്നെ മറ്റ് ആളുകളെയൊക്കെ നീക്കി നിർത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള വലിയ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ കടന്നു വരുന്നത്. കാരണം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ തിടമ്പേറ്റി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ കടന്നു കാണുന്നതിന് വേണ്ടി വലിയ ആവേശത്തോടു കൂടിയാണ് നാട്ടുകാരിങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയന്ത്രിക്കുന്നതിനും വലിയ പാടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതൊരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. കാരണം നമുക്കറിയാം, എന്ത് പൂരം ഉള്ളപ്പോൾ മറ്റേ ഇലക്ഷൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചൂടോ അതൊക്കെ ബാധിക്കുകയില്ല. ഏകദേശം 36 മണിക്കൂറോളം പൂരം അവസാനിക്കുന്നത് വരെ ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയുകയും ചെയ്യാം. അങ്ങനെയുള്ള തന്നെയാണ്. ആനയ്ക്ക് ഓരോ സമയവും കൃത്യമായി വലിയ ചൂടാണ്. ആനയ്ക്ക് നമുക്ക് അനുഭവപ്പെടുന്ന പോലെ തന്നെ ആനയ്ക്കും ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. ഇതാണ് ഇങ്ങനെ കടന്നു പോകുന്നു. മോളിരുതേ എങ്ങനെയുണ്ട്? അടിപൊളി. മോളിൽ നിന്ന് കണ്ടിട്ട് തന്നെ അവരിങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. തീർച്ചയായും എങ്ങനെയുണ്ട് പൂരമൊക്കെ? എങ്ങനെയുണ്ട് ഈ കാലം പൂരം? അടിപൊളിയല്ലേ. നമ്മുടെ രാമ ഇറങ്ങിയോടുകൂടി പൂരം ഗംഭീരായി. ഇന്നലെ വരെ ആശങ്കകൾ ഉണ്ടായിരുന്നു, ഇന്നെല്ലാ ആശങ്കകളും മാറി. ഇന്ന് എല്ലാവിധ എല്ലാം തെളിയിച്ചുകൊണ്ട് നമ്മളിപ്പോ പൂരപബ്ലിക്ക് എത്തായി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ
2 തൃശ്ശൂർ പൂരത്തിന്റെ ആൾക്കാരുണ്ടാവും രാമനെ കാണാനായിട്ട്. രാമനെ കാണാനായിട്ട്. അതായത് ഇനി അങ്ങോട്ട് പോകും തോറും ഇങ്ങനെ ആളുകൾ ആളുകൾ കൂടിക്കൊണ്ടിരിക്കും ഈ പറഞ്ഞ മാതിരി. ആ രീതിയിൽ തന്നെയാണ് അതെ പോകുന്നത്. അതെ അതെ അതെ. അപ്പം ഇനി എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്? ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കൂടി 4 കിലോമീറ്റർ. ഇപ്പം തുടർച്ചയായ 2ാം തവണയാണ് ഇങ്ങനെ തൃശ്ശൂർ തിടമ്പേറ്റുന്നത്. അതിനെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നാട്ടുകാരെന്നുള്ള രീതിയിലൊക്കെ തന്നെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമല്ലേ. ഈ കൊല്ലം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം നിരാശയിലായിരുന്നു. പിന്നെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി എല്ലാ ഇതും കെട്ടടങ്ങി. അപ്പോഴേക്കും ആവേശം 2 ഇരട്ടിയായി. ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. തീർച്ചയായും. എങ്ങനെയുണ്ട് പൂരം വൈബൊക്കെ എങ്ങനെ പോണ്? പിന്നെ പൂരത്തിന് കേരളക്കരയുടെ വെല്ലിയാന, കാരാമംഗലത്തെ പൊന്നുതമ്പുരാൻ, ഇതിന്മാരെ എന്താണ് അന്തസ്? ചെറിയ ആശങ്ക ഉണ്ടായിരുന്നല്ലേ ചിലപ്പോൾ ഫിറ്റ്നസ് ഒക്കെ? അത് ഏത് രാമൻ എവിടെയുണ്ടോ അവിടെ എല്ലാ ആശങ്ക ഉണ്ടായിരിക്കും. പക്ഷെ ആശങ്കകളൊക്കെ തീർത്തുകൊണ്ട് രാമൻ അവിടെ എത്തിയിരിക്കും. അതാണ് രാമൻ, അതാണ് ഞങ്ങളുടെ ശ്രീരാമജയം. ഞങ്ങൾ ചെറിയൊരു കൂട്ടായ്മയൊക്കെ ആയിട്ട് വരയ്ക്കുന്ന ആളുകളാണ്. അങ്ങനെ എന്തുണ്ടെങ്കിലും അതെല്ലാം താണ്ടിയിട്ട് രാമൻ എത്തിയിരിക്കും. ആ ഒരു ശക്തി, ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇതുകൊണ്ടൊരു പ്രത്യേകത എങ്ങനെയുണ്ട് പൂരത്തിന്റെ? തീർച്ചയായിട്ടും ഓരോ വർഷം കൂടും തിരക്ക് കൂടുന്നു, പിന്നെ പ്രത്യേകതകൾ കൂടുന്നു. പിന്നെ രാമൻ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രത്യേകതയാണല്ലോ. അതാണ് പൂരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ ഹൈലൈറ്റ് കഴിഞ്ഞ കൊല്ലത്തെ ഇക്കൊല്ലത്തെ ആയാലും രാമൻ വരിക എന്ന് പറഞ്ഞാൽ അതിമാരെ വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് വാതിലിങ്ങനെ തുറന്ന് നീലേക്കാവുമേ നിറവേറ്റിക്കൊണ്ടിങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു രാമനെ അതിന് പൂരങ്ങളിൽ പൂരം 3 ദിവസമാക്കിയത് രാമനാണല്ലോ. വീണ്ടും പൂരത്തിന് 2 പൂരത്തിന്റെ ശക്തി കൊടുത്തേക്കുന്നത് രാമനാണ് 2 കൊല്ലമായിട്ട്. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ. അപ്പം പൊളിച്ചെടുക്കാണ്. തീർച്ചയായിട്ടും ശ്രീരാമജയം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വലിയ ആവേശം നമുക്ക് ഇവരിൽ നിന്ന് പ്രകടമാകുന്നുണ്ട്. ഇങ്ങനെ രാമൻ കടന്നു പോകുന്ന ഈ വേളയിലെല്ലാം തന്നെ. ചേട്ടാ എങ്ങനെയുണ്ട്? നമ്മൾ ഇത്തവണ പൊളിക്കല്ലേ? ഞങ്ങളല്ലേ പറഞ്ഞു, നിങ്ങളല്ലേ. ഞങ്ങൾക്ക് നടത്തിപ്പല്ലേ ഉള്ളൂ. നടത്തിപ്പ് എങ്ങനെയുണ്ട്? നടത്തിപ്പ് ഞങ്ങൾ സ്ട്രോങ് ആണ്, കമ്മിറ്റി സ്ട്രോങ് ആണ്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ ജയണ്ണും ഞങ്ങളെ പോലുള്ള എല്ലാവരും ഒപ്പം നിന്ന് കൊണ്ടുനടക്കണം. അവിടെ ഇത്തവണ പൊളിക്കും നമ്മളിങ്ങനെ പൊളിക്കുക അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ പ്രത്യേകത. അതായത് പൂരത്തിന് ഒപ്പമുള്ള രീതിയിൽ മറ്റൊരു പൂരം പുറപ്പാക്കുന്ന രീതിയിൽ തന്നെയാണ് രാമന്റെ. അതായത് ഞങ്ങൾ മറ്റ് പൂരപ്രേമികളെ പോലെ തന്നെ ഒപ്പെത്തി എന്നുള്ള അങ്ങനെ അഹങ്കരിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് എത്തി എന്നുള്ളൊരു സന്തോഷം. ഈ കടകപൂരം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത്രയധികം ആളുകൾ ഇങ്ങനെ വഴിയിലേക്ക് കാണുന്നില്ല. ഘടകപൂരങ്ങളിൽ ഒരു പൂരം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത്രയും ആൾക്കാരെ ഞങ്ങൾക്ക് സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിജയമായിട്ട്, ഈ തട്ടക നിവാസികളുടെ വിജയമായിട്ട് കാണും. 2 കാര്യമുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനും ഭഗവതിയും തമ്മിൽ ഒരു ബന്ധമാണ് ഇതിൽ കാണിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ബന്ധം. ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഇങ്ങനെ വരുന്നത് കാണാൻ. അത് കാണാൻ തന്നെ ആരാധകർ രണ്ടാമത്തെ എൻട്രി കിട്ടിയത് നേതലൊക്കെ ഭഗവതിയുടെ കാരുണ്യം കൊണ്ടും. അപ്പൊ ആ ഞങ്ങൾക്കും നേട്ടമുണ്ടായി, തട്ടക നിവാസികൾക്കും നേട്ടമുണ്ടായി. ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നല്ലേ ചിലപ്പോൾ വരാൻ പറ്റൂല. അങ്ങനെ ഒരു ഇന്നലെ ഞങ്ങൾ അതിന്റെയും കൂടി പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഈ ആൾക്കാർ ഇങ്ങനെയും തടിച്ചു കൂടാണ്ടായ ഒരു പ്രത്യേകത അതിലുണ്ട്. കേരളത്തിൽ ഇത്രയധികം ആരാധകരുള്ളൊരു ആനനെ കാണില്ല. അതാണ് ഇപ്പൊ ഇന്ന് കാലത്തൊക്കെ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുള്ളത്. അവര് മുതൂർ അങ്ങനെയുള്ള ഭാഗങ്ങളില് ലോഡ്ജ് എടുത്ത് തങ്ങിയിട്ട് ഈ ആനനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്നാണ് കൊല്ലത്തുനിന്ന് ഒപ്പം തന്നെ തിരുവനന്തപുരത്തു നിന്നൊക്കെ ആളിങ്ങ് വന്നിട്ടുണ്ട്. അതെന്നെ പറയണത്. അടക്കം വന്നിട്ടുണ്ട് ആൾക്കാർ. ഇവിടെ വന്നിട്ട് ചായ കിട്ടാലിയായി എന്ന് പറഞ്ഞിട്ട് ചായ കട കാണിച്ചു കൊടുത്തിട്ടുണ്ട്. റൂം പോലും കിട്ടാനില്ലെന്നേ. എല്ലാരും വഴുന്നീല. ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി വായികയൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തേ ഈ തെക്കേ ഗോപുര നടയിലും പടിഞ്ഞാറ ഗോപുര നടയിലും ഒക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ താഴെ ഇങ്ങനെ കിടക്കുക. കാരണം എന്താ പറയാ, റൂം കിട്ടിയില്ല. എന്താ നാളെ പൂരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാന്ന് പറയുന്നത്. അത് തന്നെ പറയണത്. അതാണ് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ ഒരു പ്രത്യേകത. രാമനുള്ളടുത്ത് ജനാണ്. അതാണ് അത് എല്ലാ പൂരപ്പറമ്പിലും എല്ലാ സ്ഥലങ്ങളിലും. ഓരോ വർഷം കഴിയുമ്പോഴും ഇങ്ങനെ അതിനെ മാറ്റി കൊണ്ടുപോകുക. അനുഗ്രഹം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണല്ലോ മാറ്റി കൂടി വരുന്നത്. കാരണം ജനപങ്കാളിത്തമില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതാണ് പറഞ്ഞതുപോലെ തന്നെ ചേട്ടാ. അതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ ആവേശം. ഒപ്പം തന്നെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ സ്കൂളിന്റെ